പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇത് തേജസ്കരണ ശേഷമുള്ള 4-ാം ഞായറാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 45-ാമത്തെ എപ്പിസോഡ്. നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയിൽ സമാരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സെബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ചപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകുവാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയും എന്നവർ മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനും അത്രേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. വന്ദിരായ വൈദിക സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. മർക്കോസിൻ്റെ 10-ന്റെ ആരംഭത്തിൽ യേശു തൻ്റെ പീഡാനുഭവത്തിൻ്റെ 3-ാം പ്രവചനം നടത്തുകയാണ്. യേശു വളരെ വ്യക്തമായി പറയുന്നു, ഇനി ഒരു തിരിച്ചുപോക്കില്ല. ഞാൻ എൻ്റെ മരണത്തെ, പീഡാനുഭവത്തെ, ഉത്ഥാനത്തെ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോവുകയാണ്. അവിടെ പറയുന്നു, യേശു മുമ്പേ നടന്നിരുന്നു, ശിഷ്യന്മാർ വിസ്മയിച്ചു, ഭയപ്പെട്ടു എന്ന്. യേശു യാതൊരു കൂസലുമില്ലാതെ, ഭയമില്ലാതെ ഈ മരണത്തെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകുന്നത് കണ്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ ഒരുപക്ഷെ അവരും പിടികൂടപ്പെടും എന്ന് അവർ ഭയപ്പെട്ടു. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് യേശുവിൻ്റെ അരുമശിഷ്യരായിരുന്ന യാക്കോബും യോഹന്നാനും തൻ്റെ മഹത്വത്തിൽ യേശു ആഗതനാകുമ്പോൾ തൻ്റെ ഇടതും വലതും ഇരിക്കുവാനുള്ള അവകാശം ചോദിച്ച് വാങ്ങുന്നത്. ഇത് മർക്കോസിൻ്റെ സുവിശേഷമാണ്. മർക്കോസ്
ശിഷ്യന്മാരുടെ ഒരു ബലഹീനതയും മറച്ചു വയ്ക്കുന്ന ആളല്ല. പച്ചയ്ക്ക് ശിഷ്യന്മാരുടെ ബലഹീനത മർക്കോസിൻ്റെ ഗുരുവായിരുന്ന പത്രോസ് തന്നെയാണ് പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ രണ്ട് ശിഷ്യന്മാരുടെ നിർവികാരത, യേശു മരിക്കാൻ പോകുന്നു എന്നുള്ളതിൽ അവർക്ക് ഒരു ആർദ്ര ചിത്തതയൊന്നുമില്ല. അവരുടെ കാര്യം, അവരുടെ സെൽഫിഷ് അംബീഷൻ, അതിനെ അവർ പിൻപറ്റുകയാണ്. ഇനി നമുക്ക് ചോദിക്കാം, ആരായിരുന്നു ഈ സെബദീ പുത്രന്മാർ? കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ആദ്യം വിളിക്കപ്പെട്ടവരവരായിരുന്നു. സെബദീ പുത്രന്മാരുടെ അമ്മ ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയായ സലോമിയുടെ മക്കളായിരുന്നു. മറിയത്തിൻ്റെ സഹോദരി മക്കൾ ഫസ്റ്റ് കസിൻസാണ്. അവർക്ക് ഒരു പ്രത്യേകമായ അവകാശബോധമുണ്ട്. അവർ കർത്താവിൻ്റെ ഇന്നർ സർക്കിൾ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരെ മാത്രം വിളിച്ചുകൊണ്ട് യേശു പോയിരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണമായി ജായിറോസിൻ്റെ മകളെ എഴുന്നേൽപ്പിക്കാൻ പോയപ്പോൾ പ്രത്യേകം പറയുന്നു, യേശു പത്രോസിനെയും യാക്കോബിനെയും മാത്രമേ കൂട്ടിക്കൊണ്ടുപോയുള്ളൂ, ബാക്കിയുള്ളവരെ ഇവിടെ പറഞ്ഞു നിങ്ങളിവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ ഇവർ 3 പേരുമായിരുന്നു അവിടെ സന്നിഹിതരായിരുന്നത്. കർത്താവ് ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ശിഷ്യന്മാരോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പക്ഷേ യേശു കുറച്ച് പ്രാർത്ഥിച്ച ശേഷം പോയി നോക്കിയപ്പോൾ അവരുറങ്ങുന്നതായി കണ്ടു. അവരുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം വിളിച്ച് ഒരു കല്ലേറ് ദൂരം മുമ്പോട്ട് പോയി അവിടെ വീണ്ടും പ്രാർത്ഥിക്കാനും രക്തം വിയർക്കാനും തുടങ്ങി എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ നിമിഷങ്ങളിൽ ഇവർ സാക്ഷികളും അതുപോലെ തന്നെ പങ്കാളികളുമായിരുന്നു എന്നുള്ളത് ഓർക്കുക. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ യാക്കോബും യോഹന്നാനും അല്ല ചോദിക്കുന്നത്, പിന്നെയോ അവരുടെ അമ്മയായ സലോമി തന്നെയാണ് കർത്താവിനെ യാചനാപൂർവം പ്രണമിച്ചു. കൊച്ചമ്മയ്ക്ക് അങ്ങനെ യാചനാപൂർവം പ്രണമിക്കേണ്ട കാര്യമൊന്നുമില്ല, ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഒരു സെൻസ് ഓഫ് റൈറ്റ് അവർക്കുണ്ട്. ഏതമ്മയ്ക്കാണ് മക്കള് നല്ല നിലയിലാകണമെന്ന് ആഗ്രഹമില്ലാത്തത്? ഈ സലോമി വെറും ഒരു സാധാ സ്ത്രീ മാത്രമായിരുന്നില്ല, യേശുവിൻ്റെ ശിഷ്യ കൂടിയായിരുന്നു. കർത്താവിൻ്റെ പീഡാനുഭവ സമയത്തും ഉയർത്തെഴുന്നേൽപ്പിലും ഇവർ സാക്ഷികളായിരുന്നു എന്ന് നാം വായിക്കുന്നു. കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴെ നിന്നപ്പോൾ കർത്താവിൻ്റെ അമ്മയുടെ സഹോദരി അവിടെ സന്നിഹിതയായിരുന്നു എന്ന് നാം വായിക്കുന്നു. അതുപോലെ യേശുവിനെ തൈലം പൂശാനായി ഞായറാഴ്ച രാവിലെ പോകുന്ന കൂട്ടത്തിൽ മറിയം മഗ്ദലേനയുടെ കൂടെ സലോമിയും ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇനിയും രണ്ടാമത്തെ കാര്യം, യേശു പറയുന്നു, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞാൻ സാധിച്ചു തരാം എന്ന് തന്നെയാണ് യേശു ഇംപ്ലിസിറ്റായിട്ട് പറയുന്നത്. വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് റിപ്ലൈ ആണ്. അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾക്കിടതും വലതും ഇരിക്കാം, പക്ഷേ ഞാൻ പറയുന്ന ചില വ്യവസ്ഥകൾ പാലിക്കണം. ഒന്ന്,
ഇവിടെ പറയുന്നു, ഞാൻ കുടിക്കുന്ന കാസ കുടിക്കുമോ? കാസ ചാലിസ്, പാനപാത്രം. അത് ഉദാഹരണം സങ്കീർത്തന 23:5 പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുളുമ്പുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സങ്കീർത്തനം 75:8 പറയുന്നു, കർത്താവിൻ്റെ കയ്യിലെ പാനപാത്രം നുരഞ്ഞു പതയുന്നു, അവൻ ഈ ദുഷ്ടരെ അത് കുടിപ്പിക്കും, അതിൻ്റെ മട്ടുവരെ അവർ കുടിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഇറ്റ്സ് എ ചസ്റ്റൈസ്മെന്റ്, ശിക്ഷയാണ്, സഹനമാണ്. അപ്പോൾ ഈ പാനപാത്രം എവിടെ പ്രയോഗിക്കുന്നു എന്നനുസരിച്ച് അതിന് നല്ല അർത്ഥവും അല്ലെങ്കിൽ സഹനത്തിൻ്റെ അർത്ഥവുമുണ്ട്. അതുപോലെ ബാപ്റ്റിസം, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് എന്ന് ലൂക്കായുടെ 12:50 യേശു പറയുന്നു. അവിടെ സ്നാനം എന്ന് യേശു ഉദ്ദേശിച്ചത് യേശുവിൻ്റെ പീഡാനുഭവവും മരണവുമാണ്. ജ്ഞാനസ്നാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. അതൊരു സ്നാനമല്ല, ഒരു കുളിയല്ല, കഴുകലല്ല, പിന്നെയോ അത് ഒരു മുങ്ങലും ഒരു പൊങ്ങലും ആണ്. പ്രത്യേകിച്ച് റോമർ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ക്രിസ്ത്യാനികളുടെ മാമോദീസായെ സംബന്ധിച്ച് പറയുന്നു, വി ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ്. എന്നിട്ട് പറയുന്നു, വി വെയർ ഓൾസോ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത്. അപ്പോൾ ഇവിടെ യേശു എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട് എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ സഹനവും മരണവുമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ യേശുവിൻ്റെ ഉയർപ്പ് സൂചിപ്പിക്കണമെങ്കിൽ വെള്ളത്തിലേക്ക് മുങ്ങുന്ന ആൾ പൊങ്ങുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. ആദ്യ ദശകങ്ങളിൽ ആറ്റിൽ അല്ലെങ്കിൽ ആഴമുള്ള വെള്ളത്തിലാണ് മാമോദിസ നടത്തിയിരുന്നത് എന്ന് നമുക്കറിയാം. അത് സാധ്യമാകാത്ത സന്ദർഭങ്ങളിൽ ആണ് മാമോദിസ തൊട്ടി അവലംബിക്കുവാനായിട്ട് തുടങ്ങിയത്. എങ്കിലും മാമോദീസ കർത്താവിൻ്റെ മരണത്തിലുള്ള മുങ്ങലും യേശുവിനോടൊപ്പം ഉള്ള ഉയർപ്പ് അല്ലെങ്കിൽ പൊങ്കലുമാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുമോ, ഞാൻ മുങ്ങുന്ന മാമോദീസ മുങ്ങുമോ എന്ന് യേശു ചോദിച്ചത് ഈ 2 ശിഷ്യന്മാരും രക്തസാക്ഷി മരണം വഴി യേശുവിനെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണെന്ന് AD 140 മരിച്ച പപ്പിയാസ് എന്ന വേദപണ്ഡിതൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായിട്ട് ശരിയല്ല. ആദ്യ ഭാഗം ശരി. ഹെറഡ് അഗ്രിപ്പ AD 44 ജെറൂസലേമിലെ മെത്രാനായിരുന്ന യാക്കോബിനെ വാളുകൊണ്ട് വധിച്ചത്. എന്നാൽ യോഹന്നാൻ അപ്രാവശ്യം കൊല്ലപ്പെട്ടതായി നമുക്കറിയില്ല. ചരിത്രം സാക്ഷിക്കുന്നത് ഏതാണ്ട് 100 വയസ്സ് വരെ യോഹന്നാൻ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ AD 90-നും 100-നും ഇടയ്ക്ക് എഴുതപ്പെട്ട ഒരു ഭാഗമാണ് വെളിപാട്. ഈ വെളിപാടിൽ അല്ലെങ്കിൽ യോഹന്നാന് വെളിപാട് ലഭിച്ചത് താൻ പാത്മോസ് ദ്വീപിൽ ഒരു ബന്ധനസ്ഥനായി, ചരിത്രം പറയുന്നത് കൽക്കരി ഖനിയിൽ കഠിനമായ പ്രയത്നം ചെയ്യാനാണ് അദ്ദേഹം വിധിക്കപ്പെട്ടത്. ഈ കൽക്കരി ഖനിയിൽ
ജോലി ചെയ്യുന്നവരെ രക്ഷപ്പെടാതിരിക്കാനായി പാത്മോസ് വൻകരയിൽ നിന്ന് ദേശം 50 കിലോമീറ്ററോളം സമുദ്രത്തിലുള്ള ഒരു ദ്വീപാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ഈ ബന്ധനസ്ഥരായവര് അവരുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കും ചങ്ങല കൊണ്ട്, 2 കൈയും ഫ്രീ ആണ്. ആണല്ലോ അവർക്ക് കൽക്കരി ഖനിയിൽ പണിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നീന്തി രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ കാലിട്ടടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ മുങ്ങിത്താഴും. അതായിരുന്നു അവരുടെ രീതി. അങ്ങനെ ഏതാണ്ട് AD 100-ാം ആണ്ട് വരെ ജീവിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും വെളിപാട് പുസ്തകത്തിലുമായിട്ട് 40 പ്രാവശ്യം സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അഗാപ്പെ എന്നുള്ള വാക്ക് 40-ൽ പരം പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 100 വർഷം ജീവിച്ച് സ്നേഹത്തിന് സാക്ഷിയായിരുന്നു വിശുദ്ധ യോഹന്നാൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യേശു പറയുന്നു, ഇടതും വലതും നിങ്ങൾക്കിരിക്കാം, പക്ഷേ അത് തരാനുള്ള അവകാശം എനിക്കുള്ളതല്ല. മത്തായി 20:23 പറയുന്നു, എൻ്റെ പിതാവിനാൽ അത് ആർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, മുൻകൂറായി, പ്രീഡിസ്റ്റിൻഡ്. അപ്പോൾ അത് മത്തായി മാത്രമേ പറയുന്നുള്ളൂ, എൻ്റെ പിതാവാണ് അത് നിശ്ചയിക്കുന്നു എന്നുള്ളത്. നമ്മുടെ അടുത്ത പോയിന്റ്, 10 പേർക്ക് ഈ 2 പേരെ കുറിച്ച് നീരസമുണ്ടായി. അത് വളരെ സാധാരണമായ ഒരു സംഗതിയാണ്. ഒരു ഗ്രൂപ്പിലുള്ളവരിൽ 1-2 പേര് മാത്രം കുറേ സ്ഥാനങ്ങൾ പിടിച്ചു പറ്റുവാൻ പരിശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അവരെ സംബന്ധിച്ച് അസൂയയുണ്ടാകും എന്നുള്ളത്. ബാക്കി 10 പേരെ കടത്തിവെട്ടി ഇവര് 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ നോക്കുന്നു. അല്ലെങ്കിൽ പറയാൻ സാധിക്കും, യേശുവിനോടുള്ള ഫസ്റ്റ് കസിൻ എന്നുള്ള ബന്ധം വെച്ചുകൊണ്ട് നിപ്പോട്ടിസത്തിൻ്റെ പേരിൽ ബന്ധു നിയമനം സാധിക്കാം എന്നവർ കരുതി കാണും. യേശു പറഞ്ഞു, നിങ്ങൾ വെറും മാനുഷികമായിട്ടാണ് ചിന്തിക്കുന്നത്. ദൈവികമായ ചിന്ത, സുവിശേഷാരൂപിയിലുള്ള ചിന്തയല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ചിന്ത പുറജാതികളുടെ ചിന്തയാണ്. പുറജാതികളാണ് സെൽഫ് പ്രൊമോഷൻ, സെൽഫിഷ്നെസ്, സീക്കിംഗ് ഫസ്റ്റ് സീറ്റ്സ്, ഇതൊക്കെ അവർക്കുള്ളതാണ്. എന്നിട്ട് യേശു പറയുന്നു, ഡോണ്ട് ബി ഡെസ്പട്സ് ബട്ട് സെർവൻസ്. സ്വേച്ഛാധിപതികളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം പുലർത്തണമെന്നും അധികാരം പ്രയോഗിക്കണമെന്നും അവരാഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും അവർ ബെനഫാക്ടേഴ്സ്, അവർ ജനത്തിൻ്റെ വലിയ ഗുണകാംക്ഷികളാണ് എന്നുള്ള രീതിയിൽ അവർ പുകഴ്ത്തപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അത് പുറജാതികളുടെ ചിന്തയാണ്. അത് ക്രിസ്തു ശിഷ്യരുടെ ചിന്തയല്ല എന്ന് യേശു വളരെ വ്യക്തമായി പറയും. അതിനുശേഷം യേശു പറയുന്നത് 2 പദങ്ങൾ നമുക്കറിയാം. ദിയാക്കോണോസ്, ശുശ്രൂഷകൻ; ദൂലോസ്. ദൂലോസ് എന്ന് പറഞ്ഞാൽ അടിമ, ദാസൻ. ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദിയാക്കോണോസ്, ശുശ്രൂഷകനായിരിക്കും. കൂട്ടത്തിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദൂലോസ്, ദാസനായിരിക്കും. അവിടെ യേശു പഠിപ്പിക്കുന്നത് വിനയത്തിൻ്റെ, നിഷ്കാമകർമ്മത്തിൻ്റെ, കാലുകഴുകലിൻ്റെ പാഠമാണ്. യേശു ഈ പാഠമാണ് തൻ്റെ അന്ത്യത്താഴത്തിന് മുമ്പ് നടത്തിയത്. അവരുടെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, അത് ചുംബിച്ച് അത് വൃത്തിയാക്കി എന്നുള്ളത്
യേശു ദൂലോസ് ആയതിൻ്റെ അടയാളമാണ്. യേശു പറഞ്ഞു, വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 9:19 പറഞ്ഞു, ഞാൻ വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നു. അപ്പോൾ എല്ലാവരുടെയും ദാസനാകുന്നത് എന്തിനാണ്? അനേകം പേരെ ക്രിസ്തുവിന് വേണ്ടി നേടാനാണ്. യേശു വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും മോചനദ്രവ്യമായി സ്വന്തം ജീവൻ നൽകുവാനും അത്രേ. ഇവിടെ ഒരു പ്രത്യേകമായ പ്രയോഗം, ഒരു ടെക്നിക്കൽ വേർഡ്, ലൂത്രോൺ ആന്തിപോലോൺ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. ലൂത്രോൺ എന്ന് പറഞ്ഞാൽ ഒരടിമയെ അല്ലെങ്കിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരാൾ കൊടുക്കുന്ന പണമാണ്. എമാൻസിപ്പേഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അടിമകളെ മോചിപ്പിക്കുക. അപ്പോൾ അടിമകളുടെ ഉടമയ്ക്ക് ഒരു ദ്രവ്യം, അയാൾ ചോദിക്കുന്ന പണം കൊടുക്കണമായിരുന്നു. ഇവിടെ കർത്താവ് പറയുന്നു, എൻ്റെ ജീവിത ലക്ഷ്യം ഈസ് ടു ബി ലൂത്രോൺ ആന്തിപോലോൺ ഫോർ ദ സേക്ക് ഓഫ് മെനി, ഫോർ ദ സൽവേഷൻ ഓഫ് മെനി. ഇവിടെ യേശു പറയുന്നത് ലിബറേഷൻ ബൈ അക്വിസിഷൻ. ദൈവം ജനത്തെ വിലയ്ക്ക് വാങ്ങുകയാണ്. കർത്താവായ യേശു തൻ്റെ രക്തം മൂലം നമ്മളെ വാങ്ങിയവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായത്. അതുവരെ നമ്മൾ അടിമകളായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പ്രത്യേകിച്ച് വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിലും പറയുന്നു, വി ആർ ബോട്ട് വിത്ത് എ ഗ്രേറ്റ് പ്രൈസ്, ദാറ്റ് ഇസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് പറയുന്നു, ദൂനായി തേൻ സ്യൂഹേൻ, ഗീവ് വൺസ് ലൈഫ്, വൺ സോൾ. ഗ്രീക്ക് ക്ലാസിക്കൽ ഭാഷയിൽ ദൂനായി തേൻ സ്യൂഹേൻ എന്നുള്ള പ്രയോഗം രക്തസാക്ഷികളെക്കുറിച്ചും യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന പട്ടാളക്കാരെക്കുറിച്ചും പറയുന്ന ഒരു പ്രയോഗമാണ്. കർത്താവും ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന, നമ്മൾ യുദ്ധത്തിലൊക്കെ മരിച്ചു പോകുന്ന പട്ടാളക്കാരെക്കുറിച്ച് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ്. അവർക്ക് വേണ്ടി മരിച്ചവരല്ല, അവർ രാജ്യത്തിന് വേണ്ടിയാണ് മരിച്ചത് എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഈസ് ടു ബി ഡൊണേറ്റഡ് ഫോർ ദ സൽവേഷൻ ഓഫ് മെനി എന്ന് പറയുമ്പോൾ ലോകം മുഴുവനെയും ഉൾക്കൊള്ളുന്നതാണ് ആ മെനി എന്നുള്ള പ്രയോഗം. യെശയ്യ 53:11 പറയുന്നു, The righteous one, my servant, shall make many righteous, and he shall bear their iniquities. അതുകൊണ്ട് നീതിമാനായവൻ, എൻ്റെ ദാസൻ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവർക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കും. അപ്പോൾ യേശു തൻ്റെ ജീവൻ സമർപ്പിച്ചത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല. റോമാക്കാരുടെ ഒരു പീനൽ ആക്ഷനിലല്ല യേശു മരിച്ചത്. അവൻ തൻ്റെ ജീവൻ അനേകരുടെ ജീവന് വേണ്ടി വിലയായി, മോചന മൂല്യമായി കൊടുത്തതാണ്. അതുതന്നെയാണ് വിശുദ്ധ പൗലോസ് 1 തിമോത്തി 2:6 പറയുന്നത്, അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. പ്രിയ സഹോദരങ്ങളെ, ഈ ബുധനാഴ്ച 8 നോയമ്പ് ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാ പള്ളികളിലും 8 നോയമ്പിൻ്റെ ഒരു നല്ല പാരമ്പര്യമുണ്ട്. പ്രത്യേകിച്ച് അത് അമ്മമാരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ ഒരു സമയമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്നലെ
അതായത് ഓഗസ്റ്റ് 26 ജേക്കബ് മാർ ബാർണബാസ് പിതാവ് നിര്യാതനായി. വടക്കേ ഇന്ത്യയിൽ 16 സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രൂപത വ്യാപിച്ചു കിടന്നു. അവിടെയെല്ലാം സുവിശേഷം അറിയിക്കുവാനും അനേകരെ കർത്താവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഒരു തീവ്ര പ്രയത്നത്തിലായിരുന്നു അദ്ദേഹം. അതുപോലെ ഡൽഹിയിൽ വിശപ്പനുഭവിക്കുന്ന എല്ലാവർക്കും അനുദിനം ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷ അദ്ദേഹം ചെയ്തിരുന്നു. അനേകർക്ക് നന്മ ചെയ്ത ആ ജീവിതം ഇപ്പോൾ ദൈവസന്നിധിയിൽ സ്വീകൃതമാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതത്തിന് നമ്മുടെ തല കുനിക്കാം. ദൈവം അറിയാതെയല്ല ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ സഹനവും മിഷൻ പ്രവർത്തനത്തിന് വലിയ കൃപകളും ഉത്തേജനവും തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിതാവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.